നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. കാശ്മീരി ആലു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ബ്രോക്കൺ കാഷ്നട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള കാഷ്നട്ടോ കാഷ്നട്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് നമ്മൾ 1 മണിക്കൂറാണ് സോക്ക് ചെയ്യാനായിട്ട് ആദ്യം വെള്ളത്തിലേക്ക് ഇട്ടു. 4 പീസ് കാശ്മീരി മുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ കാഷ്യൂ ബ്രോക്കണും നമ്മുടെ കാശ്മീരി മുളക് കൂടി നമുക്കിപ്പോൾ 1 മണിക്കൂർ സോക്കായി. അപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അത് നമ്മൾ ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഗ്രേവിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ കാശ്മീരി മുളക് കാഷ്യൂ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാശ്മീരി ആലു മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 4 പൊട്ടറ്റോ എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓവർ ബോയിൽ ആവാതെ ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ശേഷം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സ്കിന്ന് കളഞ്ഞ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഒരു ചെറിയ സവോള, അതിലേക്ക് 2 പീസ് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ആകെ ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. അത് നല്ല രീതിയിൽ വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഒരു 3 മിനിറ്റോളം മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സവാളയും മസാലയും എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ടൊമാറ്റോ നല്ലതായിട്ട് ഫൈൻ പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സമയത്തിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി എടുത്ത് ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റോളം നല്ല രീതിയിൽ കുക്കാക്കി. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ തിളച്ച് നല്ല രീതിയിൽ മിക്സായി. ടൊമാറ്റോയുടെ പുളിയെല്ലാം പോയി. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കാശ്മീരി മുളക് കൂടി പേസ്റ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒരുപാട് ലൂസാക്കുന്നില്ല. നല്ല സെമി ടെക്സ്റ്റായിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ തക്കാളി പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് മാത്രം ഒഴിച്ചാൽ തക്കാളി ഒഴിവാക്കുകയും ചെയ്യാം. ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ കിഴങ്ങിലേക്ക് എല്ലാ മസാലകളും നല്ല രീതിയിൽ പിടിച്ചു. ഇനി നമ്മൾ 10 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗാർണിഷായിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു, ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അല്പം നെയ്യ് കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗാർണിഷിനായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഒരു തക്കാളിയുടെ പകുതി എടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഫയർ ഓഫ് ചെയ്തു. അപ്പോൾ കാശ്മീരി ആലു മസാല നമുക്ക് ചോറിൻ്റെ കൂടെയും ഉപ്മാവിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. നമുക്ക് കുറച്ച് കഴിച്ച് നോക്കാം. ഓവറായിട്ട് സ്പൈസി അല്ല, നല്ല ടേസ്റ്റുള്ള കാശ്മീരിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് വന്നിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്.